എം.ജി. യൂണിവേഴ്സിറ്റിയിൽ നിർണായകമായ ഉത്തരവ് പുറത്തിറക്കിയിരിക്കുകയാണ് ചാൻസലർ. രാഷ്ട്രീയ ഇടപെടലുകൾക്കതീതമായിട്ടുള്ള ബോർഡ് ഓഫ് സ്റ്റഡീസിന് കൃത്യമായി തന്നെ അവരുടെ അധികാരങ്ങൾ ഉപയോഗപ്പെടുത്താൻ ഉതകുന്നതാണ് പുതിയ ഉത്തരവ്. നേരത്തെ സിൻഡിക്കേറ്റ് ഒരു ഉത്തരവ് പുറത്തിറക്കിയിരുന്നു. അതുപ്രകാരം ഡീൻമാർക്ക് അമിത അധികാരങ്ങൾ നൽകിയിരുന്നു. ഈ സർവകലാശാലയുടെ സിലബസ് രൂപീകരണം, അക്കാദമിക പ്രവർത്തനങ്ങളടക്കമുള്ള കാര്യങ്ങൾക്ക് ഡീൻമാർക്ക് അമിത അധികാരം നൽകുന്നതായിരുന്നു നേരത്തെ സിൻഡിക്കേറ്റ് രൂപീകരിച്ച ആ നിർണായകമായിട്ടുള്ള തീരുമാനം. അത് റദ്ദാക്കിക്കൊണ്ടാണ് ചാൻസലർ ഇപ്പോൾ പുതിയ ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. ബോർഡ് ഓഫ് സ്റ്റഡീസിന് സ്വതന്ത്രമായി പ്രവർത്തിക്കാനും സ്വതന്ത്രമായി തീരുമാനങ്ങൾ എടുക്കാനും അധികാരം നൽകുന്നതാണ് പുതിയ ഉത്തരവ്. നേരത്തെ ഉണ്ടായിരുന്ന ഉത്തരവ് പ്രകാരം ബോർഡ് ഓഫ് സ്റ്റഡീസിന് തീരുമാനങ്ങൾ എടുത്താലും അതിൻ്റെ അധികാരം അതിന് അനുമതി നൽകുന്നത് ഡീൻമാരായിരിക്കും. ഈ ഡീൻമാർ പലപ്പോഴും ഇടത് സംഘടനാ അനുകൂലികളും ഇടത് സിൻഡിക്കേറ്റുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ആളുകൾ ആയതുകൊണ്ട് തന്നെ അവർ വ്യക്തിപരമായ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇടത് സംഘടനകൾക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് സിലബസുകളിലടക്കം രാഷ്ട്രീയ അക്കാദമിക പ്രവർത്തനങ്ങളിലടക്കം തടസ്സം ഉണ്ടാക്കുകയും സർവകലാശാലയുടെ മുന്നോട്ട് പോക്കിന് തന്നെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയുമൊക്കെ ആയിരുന്നു. ഇത്തരത്തിൽ ഡീൻമാർക്ക് നൽകിയിരുന്ന അമിത അധികാരമാണ് ഇപ്പോൾ ചാൻസലർ റദ്ദാക്കിക്കൊണ്ട് ചാൻസലർ പ്രത്യേക ഉത്തരവ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. സർവകലാശാല സെനറ്റ് അംഗം അരുൺ മോഹൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഈ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ, ഇടത് അനുകൂല അധ്യാപക സംഘടനകൾ ഒക്കെ പിടിമുറുക്കിയിരിക്കുന്ന ആ രാഷ്ട്രീയ പിടിവള്ളിയിൽ നിന്നും എം.ജി. യൂണിവേഴ്സിറ്റി മോചിതമാകുകയാണോ ഈ പുതിയ ഉത്തരവിലൂടെ? തീർച്ചയായിട്ടും ഇതൊരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗാന്ധി യൂണിവേഴ്സിറ്റിയെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളും ഒരുമിച്ച് പറയുന്നൊരു കാര്യമാണ്, അമിതമായ രാഷ്ട്രീയവൽക്കരണം ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ വലിയ പ്രശ്നമായിരുന്നു. വൈസ് ചാൻസലർക്ക് സ്വന്തം നിലയ്ക്ക് വിവേചന അധികാരം ഉപയോഗിച്ച് സ്വന്തം നിലയ്ക്ക് തീരുമാനിക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ പോലും ഇടത് അധ്യാപക സംഘടനകളും അതുപോലെ അവിടുത്തെ എംപ്ലോയീസ് യൂണിയനും ഒക്കെ തീരുമാനിക്കാതെ ഒരു കാര്യം മുമ്പോട്ട് പോവില്ല എന്നൊരു സാഹചര്യം മഹാത്മാഗാന്ധി സർവകലാശാലയിലുണ്ട്. ബോർഡ് ഓഫ് സ്റ്റഡീസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ സിലബസിൻ്റെ പരിഷ്കാരവുമായി ബന്ധപ്പെട്ട് ചോദ്യപേപ്പർ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ട് സ്വതന്ത്ര അധികാരമുള്ളൊരു സമിതിയാണ് ബോർഡ് ഓഫ് സ്റ്റഡീസ്. പക്ഷേ ബോർഡ് ഓഫ് സ്റ്റഡീസിനെ നിയമിച്ചത് വീണ്ടും പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് ചാൻസലർക്ക് ഇവരൊരു ലെറ്റർ അയക്കുന്നു. ചാൻസലറുടെ അന്തിമ തീരുമാനം വരുന്നത് വരെ ബോർഡ് ഓഫ് സ്റ്റഡീസിൻ്റെ അധികാരം ഏതാണ്ട് ഡീൻമാരിലേക്ക് പോകുന്ന രീതിയായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്നത്. പക്ഷേ പുതിയ വൈസ് ചാൻസലർ വളരെ കൃത്യമായി അദ്ദേഹത്തിന് എം.ജി. യൂണിവേഴ്സിറ്റി ആക്ട് 1985 സെഷൻ 3 സെക്ഷൻ 1017 ഉപയോഗിച്ച് ചാപ്റ്റർ 3 സെക്ഷൻ 1017 ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ വിവേചനാധികാരത്തെ അദ്ദേഹം കൃത്യമായി വിനിയോഗിച്ചിരിക്കുന്നു. അതിൽ ഒരു തരത്തിലുമുള്ള രാഷ്ട്രീയമില്ല. യൂണിവേഴ്സിറ്റിയുടെ ശരിയായ നടത്തിപ്പിന് വേണ്ടി അദ്ദേഹത്താൽ കഴിയുന്ന രീതി അദ്ദേഹം കൃത്യമായ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇടത് സിൻഡിക്കേറ്റിൻ്റെ ഏറ്റ അടി എന്ന് പറയുന്നത് ചെറുതല്ല. ഇത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ സർവകലാശാലകളിൽ വലിയ പ്രശ്നങ്ങൾ മുമ്പും ഉണ്ടായിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ സംയോജിതമായ ഇടപെടൽ നടത്തുന്ന ഒരു വൈസ് ചാൻസലർ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു കൂട്ടടച്ച തത്തയെപ്പോലെ ഇരിക്കുന്ന വൈസ് ചാൻസലർ, അവരെ നിയന്ത്രിക്കുന്ന സിൻഡിക്കേറ്റ്, സെനറ്റ്, ഇതായിരുന്നു ഇത്രയും കാലം ഉണ്ടായിരുന്നത്. അതിനൊരു മാറ്റം വരുന്നു എന്നുള്ളത് ഒരു വലിയ പ്രതീക്ഷ തന്നെയാണ്. അക്കാദമിക കാര്യങ്ങളിലടക്കം സിലബസിലടക്കം നേരത്തെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ കൃത്യമായി കൈകടത്തൽ നടത്തിയിരുന്നു. അതിൽ നിന്നൊരു മാറ്റം ഇനി ഉണ്ടാകും എന്നുള്ളത് തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളിൽ സ്വതന്ത്രമായി ഇപ്പം മറ്റൊരു പ്രശ്നം അവർ പറയുന്നത് രാഷ്ട്രീയവൽക്കരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുള്ള വാർത്തകളാണ് കൂടുതലും എല്ലാ മാധ്യമങ്ങളും പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം സെനറ്റിലേക്ക് വരുന്ന മെമ്പേഴ്സ് അതിൽ സാംസ്കാരിക മേഖലയിൽ നിന്നുള്ളവരുണ്ട്. ഇടതുപക്ഷത്തിന് മുദ്രാവാക്യം എഴുതി കൊടുക്കുന്നവർ മാത്രം സെനറ്റിലേക്ക് വന്നാൽ മതി എന്നുള്ള അവരുടെ ആ ഒരു രീതി മാറിയിരിക്കുന്നുള്ളത് യാഥാർത്ഥ്യമാണ്. രാഷ്ട്രീയ ഇടപെടലുകൾ ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ ഒഴിവായിരിക്കുന്നത്. വിവിധ മേഖലകളിൽ നിന്ന് വന്നിരിക്കുന്ന ആളുകളുടെ കഴിവ്, അതിലെന്തെങ്കിലും അവർക്ക് ആക്ഷേപമുണ്ടെങ്കിൽ അവർക്ക് കോടതിയിൽ പോകാം. പ്രധാനപ്പെട്ട കാര്യം കൂടി ഇതാണ്, ഇപ്പോൾ ചൂണ്ടിക്കാണിച്ച കാര്യമാണ്. ഈ പുതിയ സെനറ്റ് അംഗങ്ങളെ ചുമതലപ്പെടുത്തിയപ്പോൾ മുതൽ തന്നെ വിവിധ മാധ്യമങ്ങളിലൂടെ ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സംഘടനകളടക്കം പ്രക്ഷോഭവുമായി രംഗത്ത് വരുന്നു, വിമർശനങ്ങൾ ഉന്നയിക്കുന്നു. സെനറ്റ് അംഗങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രേരിതമാണ് നിയമനം എന്നൊക്കെ രീതിയിലൊക്കെയുള്ള പ്രചാരണമാണ് നടത്തുന്നത്. അതിനോട് സെനറ്റ് അംഗം എന്ന രീതിയിൽ ഏത് രീതിയിലാണ് പ്രതികരിക്കുന്നത്? അതിന് പ്രതികരിക്കേണ്ട കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത്തരം വിഷയങ്ങൾ. കാര്യം പഴയ കണ്ണൂർ സർവകലാശാല VC ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രൻ അദ്ദേഹം CPM-ൻ്റെ കൊടിയും പിടിച്ച് ജന്തർ മന്ദറിൽ ഒരു പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുക്കുന്ന ചിത്രങ്ങൾ നമ്മളെല്ലാം കണ്ടിട്ടുള്ളതാണ് സോഷ്യൽ മീഡിയയിലൂടെ. എങ്ങനെയാണ് VC ആയിരിക്കെ തന്നെ. അപ്പോൾ സർവകലാശാല രാഷ്ട്രീയവൽക്കരിക്കാൻ പാടില്ല. ഇനി രാഷ്ട്രീയവൽക്കരണമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ രാഷ്ട്രീയത്തെ കുത്തിത്തിരിയുന്നവരുടെ അവർ സ്വീകരിച്ചിരുന്നു. എനിക്ക് രാഷ്ട്രീയമുണ്ട്, സെനറ്റിൽ വന്നേക്കുന്ന അംഗങ്ങൾക്ക് രാഷ്ട്രീയം ഉണ്ടായിരിക്കാം. പക്ഷേ വന്നിരിക്കുന്നത് ഏത് കാറ്റഗറിയിൽ നിന്നാണ് പരിഗണിച്ചതിന് ശേഷം എന്തെങ്കിലും തരത്തിൽ അനാവശ്യമായ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതാണ് അവിടെ പരിശോധിക്കപ്പെടേണ്ടത്. പക്ഷേ യൂണിവേഴ്സിറ്റി വളരെ കൃത്യമായി ഇപ്പോൾ ഏറ്റവും അവസാനം വന്നിരിക്കുന്ന ഇപ്പം നമ്മൾ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് മാത്രം നോക്കിയാലും മനസ്സിലാക്കാൻ സാധിക്കും, ഈ യൂണിവേഴ്സിറ്റിയെ അവരുടെ ഒരു അധികാര കേന്ദ്രത്തിലാക്കി ചുരുക്കുന്ന രീതി മാറുന്നു. യൂണിവേഴ്സിറ്റികൾ സ്വതന്ത്രമാകുന്നു. സ്വാഭാവികമായിട്ടും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ സംഭാവന നൽകാൻ സാധിക്കുന്ന ഒരു സർവകലാശാലയിൽ ഏതാണ്ട് 50,556 മുഴുവൻ സീറ്റുകളുള്ളതിൽ 30,000 സംതിങ് സീറ്റുകൾ ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. ഇതാണ് ഇത്രയും കാലത്ത് രാഷ്ട്രീയവൽക്കരണം കൊണ്ട് അവിടെ സാധിച്ചു വെച്ചത്. അതിന് വലിയ മാറ്റം വരാൻ പോകുന്നു, വലിയ പ്രതീക്ഷ ഉണ്ടാകാൻ പോകുന്നു തന്നെയാണ് ഞാനും
പ്രതീക്ഷിക്കുന്നത്. വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകളെ ചുമതലയിൽ സെനറ്റ് അംഗങ്ങളായി ഏർപ്പെടുത്തിയിരിക്കുന്നതിൽ ഇങ്ങനെ രാഷ്ട്രീയ പശ്ചാത്തലം തിരയേണ്ടതില്ല എന്നുള്ളതാണ്. അതെ, ഞാൻ പറഞ്ഞതല്ലോ, ഇവരെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ ചാൻസലർ നോമിനേറ്റ് ചെയ്യുന്നത്. ചാൻസലർ നോമിനേറ്റ് ചെയ്യുന്നതിന് കൃത്യമായ പ്രൊവിഷനുണ്ട്. അതല്ലാതെ അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കില്ല. ഞാനതാണ് സൂചിപ്പിച്ചത്. യൂണിവേഴ്സിറ്റി ആക്ട് ഉണ്ട്, സ്റ്റാറ്റ്യൂട്ട് ഉണ്ട്, UGC റെഗുലേഷൻസ് ഉണ്ട്. ഇതെല്ലാം പരിശോധിച്ച ശേഷം മാത്രമേ ചാൻസലർക്ക് ഒരു നടപടി എടുക്കാൻ സാധിക്കൂ. ചാൻസലർ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു അപ്പോയിൻമെൻറ്റ് നടത്തുന്ന സമയത്ത് ഈ വ്യക്തികളിലേക്ക് പോയിട്ട് അവർക്ക് രാഷ്ട്രീയമുണ്ട്, അതുകൊണ്ട് പറ്റില്ല എന്ന് പറയുന്നത്, രാഷ്ട്രീയമില്ലാത്ത മനുഷ്യരാരാണുള്ളത്? അവരെ നിയോഗിക്കപ്പെട്ട മേഖലകളിൽ അവർക്ക് പോരായ്മ ഉണ്ടെങ്കിൽ ഇവർക്ക് കോടതിയെ സമീപിക്കാം, ചാൻസലറുടെ അടുത്തോ അല്ലെങ്കിൽ ഉന്നത സമിതികളിൽ പരാതി കൊടുക്കാം. പക്ഷേ അതിനൊന്നും നീങ്ങാതെ ഈ സെനറ്റ് പുനഃസംഘടിപ്പിക്കപ്പെടുന്നു അറിഞ്ഞപ്പോൾ തൊട്ട് ഹാലിളകുന്നതിൻ്റെ പ്രശ്നം അവർ ഇത്രയും കാലം നടത്തിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ അഴിമതികളും അതേപോലെ തന്നെ സ്വജനപക്ഷപാതവും ഒക്കെ പുറത്തു വരുന്നു എന്നുള്ളതിൻ്റെ ഭയം കൊണ്ട് മാത്രമാണ്. അങ്ങനെ ഭയക്കാനാണ് അവരുടെ തീരുമാനമെങ്കിൽ ഭയപ്പെടുത്താൻ തന്നെയാണ് സ്വാഭാവികമായിട്ടും അതിലേക്ക് വന്നിരിക്കുന്നവരുടെ ഉദ്ദേശവും തന്നെ അവർ മനസ്സിലാക്കിയാൽ മതി. അത് രാഷ്ട്രീയമല്ല, സർവകലാശാലകളെ ശുദ്ധീകരിക്കുന്ന ഒരു പ്രോസസ്സിൻ്റെ ഭാഗം മാത്രമാണ്. ഇടത് സിൻഡിക്കേറ്റിൻ്റെ ചുരുളിപ്പിടുത്തത്തിൽ നിന്നും MG യൂണിവേഴ്സിറ്റി മോചിതമാകും എന്നുള്ള കാര്യമാണ് സെനറ്റ് അംഗം അരുൺ മോഹൻ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ രാഷ്ട്രീയ പ്രേരിതമായി ഇടത് അനുകൂല സംഘടനകൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അനാവശ്യ പ്രശ്നങ്ങൾക്കെതിരെയും അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട്. ക്യാമറമാൻ ഹരികൃഷ്ണൻ ഹരിപ്പാടിനൊപ്പം മിഥുൻ മുരളി, ജനം, കോട്ടയം.